എവരിവൺ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാട്രിയറ്റ് മൂവീൻ്റെ റിവ്യൂ ആണ്. എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. അപ്പോൾ എന്താണ് ഈ റിവ്യൂ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാരണം കുറേ ബാഡ് റിവ്യൂസ് തന്നെയാണ്. എന്തിനാണ് ഇത്രയധികം ബാഡ് റിവ്യൂസ് പറയുന്നത് ഈ സിനിമയെക്കുറിച്ച്? സത്യം പറയാൻ എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ഫസ്റ്റ് ഷോ കാണാൻ പറ്റി. സത്യം പറയാമല്ലോ, ഒരു ഡീസൻറ്റ് മൂവി എന്ന് മാത്രം പറഞ്ഞാൽ പോലെ നമ്മുടെ മോഹൻലാലും പ്രത്യേകിച്ച് മമ്മൂട്ടി ഈ പ്രായത്തിൽ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്, അൺബിലീവബിൾ. നമുക്കാർക്കും ഈ പ്രായത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡൗട്ടാണ്. നമ്മളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് വരെ വലിയൊരു സംശയമായിട്ട് നിൽക്കുമ്പോൾ മമ്മൂട്ടിനെ പോലെയുള്ള ഒരാൾ ഇത്രയും ആക്ഷൻ ഫിഗേഴ്സും ഇത്രയും നല്ലൊരു അഭിനയം കാഴ്ച വയ്ക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വേറെ ഒന്നും പറയാനില്ല, മമ്മൂട്ടി തൂക്കി, അത്രേ ഉള്ളൂ. ഞാൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്, പക്ഷേ മമ്മൂട്ടി തൂക്കിയത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ പറയുന്നു കണ്ടിട്ട് ഉറക്കം വന്നത്. മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ അതിൽ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, സൈബർ അറ്റാക്കിനെ കുറിച്ചും അത് എത്രത്തോളം വരെ മിസ്യൂസ് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ സൊസൈറ്റിക്ക് എത്ര വരെ അപകടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഈ മൂവിയിൽ നമ്മുടെ ഫിലിം ആക്ടേഴ്സ് വ്യക്തമായിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവർക്കും. പിന്നെ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വേനൽ അവധിക്കാലത്ത് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു സൂപ്പർ മൂവിയാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു 2020 പോലെ എല്ലാ നടന്മാരും ഉണ്ടാകുന്നു, പക്ഷേ അത്രയൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് ഉള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ളൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. മോഹൻലാൽ എക്സ്പെഷ്യലി വെരി വണ്ടർഫുൾ ആക്ടിങ്. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, പുള്ളി വേറെ ലെവലാണ്, എന്ത് പറയാനാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണുക. നെഗറ്റീവ് റിവ്യൂസിൻ്റെ അടുത്തൊക്കെ കടക്ക് പുറത്ത് എന്ന് പറയുക, അല്ലാതെ അവർക്കാർക്കും കൂടുതൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ നെഗറ്റീവ് റിവ്യൂസിന് അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മലയാള സിനിമകൾ തോൽവിയായി പോകുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുക വെച്ചാൽ അത്ര ഭയങ്കര മൂവിയൊന്നും അല്ലെങ്കിലും നമുക്ക് പോയി കാണാവുന്ന മൂവിയാണ്. നമ്മൾ ഒരുപാട് നല്ല മൂവീസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് റേഞ്ചസിൽ ഇറങ്ങി. നമ്മുടെ വാഴ 2 പോലത്തെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് കണ്ടൊരു മൂവിയാണ് ലോക മൂവി, നമ്മളെ ഒരുപാട് അതിശയപ്പെടുത്തി. അപ്പോൾ അതുപോലെയൊക്കെ ഇരിക്കണം എന്നുള്ള എക്സ്പെക്റ്റേഷനൊന്നും ആരും വെക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൻറ്റ് അഭിനയമാണ്. മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ ഒരു ഡീസൻറ്റ് അഭിനയമാണ്. ഒന്നും ഓവറുമല്ല, ഒന്നും താഴെയല്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രായത്തിലും കാലഘട്ടത്തിലും അവർ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകയൊക്കെ വേറെ ലെവലാണ്. അത് കുറച്ച് നമ്മുടെ പുതിയ പിള്ളേരൊക്കെ കയറി പൊളിച്ചൊരു സാധനമാണ്. അപ്പോൾ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല. അപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ബോറാക്കാതെ നല്ല രീതിയിൽ ചെയ്ത ഒരു പടമാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യസ്നേഹി അതാണ് തികച്ചും വ്യക്തമാക്കി അതിൻ്റെ അകത്ത് മമ്മൂട്ടി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് ഞാൻ പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിക്കുന്നുണ്ട്. എനിക്ക് സ്പോയിലറാക്കാൻ ഉദ്ദേശമില്ല, എന്നാലും ആ ഒരു സീൻ വേണ്ടായിരുന്നെന്ന് തോന്നി. എത്ര പേർക്ക് അഭിപ്രായം ഉണ്ടെന്നറിയില്ല. അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. എന്താണെന്നറിയില്ല. ആരാണ് മരിക്കുന്നതെന്നൊന്നും പറയുന്നില്ല, വെറുതെ സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ കാണാത്തവർ പോയി കാണുക. ഫഹദ് ഫാസിലൊക്കെ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. തികച്ചും നോർമലാണ്, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പുതിയ മുഖങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അതും വളരെയധികം അപ്രീഷിയേറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കയറി വരുന്നുണ്ട് ഫിലിമിലോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും 1-2 പേർക്കൊക്കെ മമ്മൂട്ടീൻ്റെ ഒപ്പം ഫേസ് കാണിക്കാനായിട്ടുള്ളൊരു അവസരമൊക്കെ കൊടുത്ത് എന്തായാലും ആ പുള്ളിക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, മാക്സിമം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി മോഹൻലാൽ റീയൂണിയനെ മാക്സിമം പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യുക. അവരിതുപോലത്തെ നല്ല സിനിമകൾ നമുക്ക് ഇനിയും തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.